ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്മാ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലേക്ക് വന്നു. നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, എൻ്റെ ഉമ്മ വന്നിട്ടുണ്ട്, അവർ മുസ്ലിമല്ല, ഞാൻ അവരുമായി ബന്ധം വെച്ച് പുലർത്തണമോ വേണ്ടയോ? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസ്മാ ബീബി റളിയല്ലാഹു അൻഹയോട് പ്രതികരിച്ചു, അവർ നിങ്ങളുടെ മാതാവാണ്, നിങ്ങൾ അവരുമായി ബന്ധം വെച്ച് പുലർത്തുക. ഈ ചരിത്രം ഞാനിവിടെ പറയാനുള്ള കാരണം, മാതാപിതാക്കളോട് വാത്സല്യത്തോടെയും സ്നേഹത്തോടെയും കരുണയോടെയും പ്രവർത്തിക്കുന്നതിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാഠങ്ങളെയും മാതൃകകളെയും ചർച്ച ചെയ്യുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാം. ഈ ഘട്ടത്തിൽ മതത്തിനപ്പുറത്താണെങ്കിൽ പോലും മാതാപിതാക്കൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് ഈ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്നതിനും അവർക്ക് കരുണ ചെയ്യുന്നതിനും വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇസ്ലാമിലെ യുദ്ധത്തിൽ പങ്കെടുക്കാൻ സമ്മതം ചോദിച്ചു വന്ന ഒരു സ്വഹാബിയോട്, നിങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു. ആ വ്യക്തിയുടെ മറുപടി നഅം, അതെ എന്നായിരുന്നു. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞത്, എങ്കിൽ നിങ്ങൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്ത് ജീവിക്കുക, നിങ്ങളുടെ ഏറ്റവും വലിയ പ്രതിഫലം ലഭിക്കുന്ന യുദ്ധം അവിടെയാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയോട് പ്രതികരിച്ചത്. മറ്റൊരിടത്ത് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം. ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് വരുന്നു. എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, ഉബായിഉക അലൽ ഹിജ്റതി വൽ ജിഹാദി അബ്തഗിൽ അജ്റ മിനല്ലാഹ്. നബിയെ, ഞാൻ അങ്ങയോട് ഹിജ്റ പോകൽ കൊണ്ടും യുദ്ധം ചെയ്യൽ കൊണ്ടും സന്ധി ചെയ്യാൻ വന്നതാണ്, അതുകൊണ്ട് ഞാൻ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലത്തെ പ്രതീക്ഷിക്കുന്നു. ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹൽ മിൻ വാലിദൈക അഹദുൻ ഹയ്യുൻ, നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തിരിച്ചു ചോദിക്കുന്നു. ഫഖാല, അപ്പോൾ ആ വന്ന മനുഷ്യൻ പറഞ്ഞു, നഅം ബൽ കിലാഹുമ. ആ മനുഷ്യൻ പറഞ്ഞു, നബിയെ, മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട്, ഒരാളല്ല രണ്ടാളും ജീവിച്ചിരിപ്പുണ്ട്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യന് ഇപ്രകാരം മറുപടി കൊടുത്തു, ഫതബ്തഗിൽ അജ്റ മിനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ നിന്ന് പ്രതിഫലത്തെ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഖാല നഅം. ആ മനുഷ്യൻ മറുപടി പറഞ്ഞു, അതെ. ഫഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു, ഫർജിഅ ഇലാ വാലിദൈക ഫഅഹ്സിൻ സുഹബതഹുമാ, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളിലേക്ക് മടങ്ങുക, അവരോട് നല്ല നിലയിൽ വർത്തിക്കുക, അവിടെയാണ് നിങ്ങളുടെ പ്രതിഫലവും നിങ്ങളുടെ സ്വർഗവും നിങ്ങളുടെ ആഖിറവും എല്ലാം ഇരിക്കുന്നതെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യന് സൂചന നൽകുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാതാപിതാക്കളോട് കരുണ ചെയ്യാനും നന്മയോടെ വർത്തിക്കാനും യുദ്ധത്തിനേക്കാളും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജ്റ പോകുന്നതിനേക്കാളും വലിയ പ്രാധാന്യം കൽപ്പിക്കുകയും മതത്തിനപ്പുറത്താണ് മാതാപിതാക്കളെങ്കിൽ പോലും അവരെ ബഹുമാനിക്കണമെന്നും അവരോട് കാരുണ്യത്തോടെ വർത്തിക്കണമെന്നും നിരന്തരമായി ഓർമ്മപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്ന് മേൽപ്പറഞ്ഞ ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.